നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസം നടക്കുന്ന യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കുള്ള ഫ്രാൻസ് ടീമിനെ ഇപ്പോൾ കോച്ച് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രൊയേഷ്യക്കെതിരെയാണ് യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസിന് കളിക്കാനുള്ളത്. മാർച്ച് 20-നും മാർച്ച് 23-നുമാണ് ആ മത്സരങ്ങൾ. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 21-ന് പുലർച്ചെ 1:15 ക്രൊയേഷ്യക്കെതിരെ ക്രൊയേഷ്യയിൽ പോയി കളിക്കും. അതിനുശേഷം മാർച്ച് 24-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ഫ്രാൻസിൽ വെച്ചിട്ടും ആ മത്സരം കളിക്കും. അപ്പോൾ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കിലിയൻ എംബാപ്പെ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ നവംബർ കോളപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, ഒക്ടോബർ കോളപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നവംബറിൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹം ഫിറ്റ് ആയിരുന്നിട്ടും കോച്ച് ഒഴിവാക്കിയതാണ്. കോച്ചിന്റെ തീരുമാനമായിരുന്നു, ദിദിയർ ദശാമിന്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ദിദിയർ ദശാമും എംബാപ്പയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്. ഇനി ഫ്രഞ്ച് ടീമിലേക്കുള്ള എംബാപ്പയുടെ മടങ്ങി വരവ് ഒരല്പം ബുദ്ധിമുട്ടിലായിരിക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിപ്പോൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. കിലിയൻ എംബാപ്പെ വീണ്ടും ഫ്രാൻസിന്റെ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ സ്ക്വാഡിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത് ലൂക്കാസ് ഷെവലിയർ, മൈക്ക് മൈഗ്നൻ, അതുപോലെ ബ്രൈസ് സാംബ എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് ജൊനാഥൻ ക്ലോസ്, ലൂക്കാസ് ദിഗ്നെ, തിയോ ഹെർണാണ്ടസ്, ഇബ്രാഹിമ കൊനാറ്റെ, യൂൾസ് കുണ്ടെ, ബെഞ്ചമിൻ പവാർഡ്, വില്യം സാലിബ, ഡായോ ടുപ്പമെക്കാനോ എന്നിവർ സ്ക്വാഡിലുണ്ട്. മധുരയിലേക്ക് എഡ്വാർഡോ കമവിംഗ, മാറ്റിയോ ഗ്യുണ്ടോസി, മാനു കോനെ, അഡ്രിയൻ റാബിയോട്ട്, ഔർലിൻ ഷോമനി, വാരൻസെ റെബറി എന്നിവരുണ്ട്. മുന്നേറ്റ നിരയിലാവട്ടെ ബ്രാഡ്ലി ബർക്കോള, ഓസ്മാൻ ഡംബലെ, ഡെസഡ്യൂ, രണ്ടാൽ കൊലബുവാനി, കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, മാർക്കസ് തൂറാം. കിടിലൻ ടീം തന്നെയാണ് ഇപ്പോൾ ദിദിയർ ദശാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.